പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവരെയും ഷാലേം ഇന്റർനാഷണൽ മിനിസ്ട്രീസിലെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്. താക്കോൽ അധികാരത്തെ കാണിക്കുന്നതാണ്. ഇവിടെ സ്വർഗരാജ്യം എന്ന് ഉദ്ദേശിക്കുന്നത് സ്വർഗമല്ല, ഭൂമിയിലെ ക്രിസ്തീയ സഭയാണ്. ആ സഭയിലേക്ക് ആമേൻ ജനത്തെ കൊണ്ടുവരുവാൻ ദൈവം പത്രോസ് അപ്പോസ്തലന് അധികാരം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അധികാരം ദൈവം തരുന്നതാണ്. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ല. ആമേൻ. സ്തോത്രം. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, അവൻ അടച്ചാൽ ആരും തുറക്കത്തില്ല എന്ന് യെശയ്യാവ് 22 നമ്മൾ വായിക്കുന്നു. അതെ, നമ്മുടെ കർത്താവ് അധികാരമുള്ളവനാണ്. അവൻ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ള ദൈവമാണ്. അവൻ ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെഴുതുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ദാവീദിന്റെ താക്കോലുള്ളവനായി. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കുവാനും കഴിയത്തില്ല. അതെ ദൈവമക്കളെ, ദൈവത്തിന്റെ അധികാരത്തിന്റെ പ്രത്യേകത അതാണ്. ദൈവം ഒരു പ്രാവശ്യം അടച്ചാൽ അത് പിന്നെ ഒരു വ്യക്തിക്കും തുറക്കാൻ പറ്റത്തില്ല. ദൈവം തുറന്നാൽ ഒരു വ്യക്തികൾക്കും അടയ്ക്കാനും കഴിയത്തില്ല. ആമേൻ. സഹോദരാ, പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ പ്രസംഗത്തിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. 3000 പേര് ആമേൻ വചന ശുശ്രൂഷയിൽ ഹൃദയത്തിൽ കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് ആമേൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവിടെ സ്തോത്രം, ജനം സ്തോത്രം രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടു, ദൈവത്തോടെ ചേരുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ദൈവമക്കളെ, ആമേൻ പത്രോസിന് മാത്രമല്ല, ആമേൻ കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവമേ അധികാരം കൊടുത്തിട്ടുണ്ട്. അതെ, കർത്താവ് മത്തായിയുടെ സുവിശേഷം 18 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം ഞാൻ സ്വർഗത്തിലും കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം ഞാൻ സ്വർഗത്തിലും അഴിച്ചിരിക്കും. അത് കർത്താവിന്റെ പ്രോമിസ് ആണ്. ദൈവം തന്റെ മക്കൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. ദൈവിക അധികാരത്തെ നമ്മൾ ഉപയോഗിക്കണം. ആമേൻ. സ്തോത്രം. ആമേൻ. ഒന്നിനെ കുറിച്ചും നീ സ്തോത്രം ഭയപ്പെടരുത്. മോശയോടും യോശുവയോടും യോശുവയുടെ ദൈവം പറഞ്ഞു, നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അധികാരമുള്ളവനാണ് നിന്നെ അയക്കുന്നത്. മോശയെ അധികാരമുള്ളവനാണ് നിന്നെ മിസ്രൈമിലേക്ക് അയക്കുന്നത്. യോശുവയെ അധികാരമുള്ളവനാണ് നിന്നെ മോശയ്ക്ക് പകരം അടുത്ത നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അധികാരമുള്ളവൻ നമ്മളെ അയച്ചാൽ നമ്മൾ ഒരിടത്തും പരാജയപ്പെടത്തില്ല. ദൈവമക്കൾ ഉപയോഗിക്കേണ്ട ചില അധികാരങ്ങളുണ്ട്. ആമേൻ. സഹോദരാ, നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയെ ഉയർത്തണം. യേശുക്രിസ്തുവിന്റെ നാമം പറയുന്ന ഇടത്ത് ഒരു ദുരാത്മ ശക്തികൾക്ക് നിൽപ്പാൻ കഴിയത്തില്ല. ആമേൻ. സ്തോത്രം. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. അതെ ദൈവമക്കളെ, നീ ഉപയോഗിക്കേണ്ട ആമേൻ സ്തോത്രം കീ എന്ന് പറയുന്നത് ആമേൻ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ യേശുക്രിസ്തുവിന്റെ നാമം നിന്റെ നാവിൽ കൂടെ വിശ്വാസത്തോടെ നീ പുറത്തെടുക്കുമ്പോൾ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും ആ നാമത്തിന്റെ മുമ്പിൽ മടങ്ങും. നിന്റെ മുമ്പിൽ ഒരു ദുർഭൂത ശക്തികൾക്കോ ഒരു ദേശാധിപതിയുടെ ശക്തികൾക്കോ ഊടാടി സഞ്ചരിക്കുന്ന ഒരു സ്വതന്ത്രം ദുരാത്മ ശക്തികൾക്കോ ആമേൻ കടന്നു വരുവാൻ ആധിപത്യം പുലർത്തുവാൻ കഴിയത്തില്ല. കാരണം നീ യേശുക്രിസ്തുവിന്റെ നാമം ഉപയോഗിക്കുന്ന വ്യക്തിയെങ്കിൽ നിനക്ക് ഒരു പരാജയം സംഭവിക്കത്തില്ല. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ
40-ലധികം വയസ്സുള്ള ഒരു സഹോദരനെ പത്രോസും യോഹന്നാനും ഒന്നിച്ച് കൈപിടിച്ച്, ആമേൻ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രേനാം യേശുവിന്റെ നാമത്തിൽ നീ നടക്ക എന്ന് പറഞ്ഞപ്പോൾ ആ നാമത്തിൽ അവന്റെ നരിയാണി ഉറച്ചു. അതെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമൈതലേ, നിന്റെ ജീവിതത്തിൽ അത്ഭുതം കാണുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമം നീ വിശ്വാസത്തോടെ നിന്റെ നാവിൽ എടുക്കുക. ആ വചനം, ആ നാമം നീ എടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത് നീ ഉപയോഗിക്കേണ്ട അധികാരമാണ് ദൈവവചനം. ആമേൻ. ദൈവത്തിന്റെ വചനം 119 സങ്കീർത്തനം 89 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ആമേൻ. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം. ആ സ്വർഗത്തിൽ ഇരിക്കുന്ന വചനം നീ നിന്റെ നാവിൽ കൂടെ നീ അത് എടുക്കുമ്പോൾ ആ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം അയച്ച് അത്ഭുതങ്ങൾ നടക്കും. ആമേൻ. 107 സങ്കീർത്തനം 21 വാക്യത്തിൽ വായിക്കുന്നു, അവൻ വചനം അയച്ച് അവരുടെ കുഴികളിൽ നിന്ന് അവരെ കയറ്റി. അതെ, നീ വചനം പറയുക, നീ വചനം പ്രസ്താവിക്കുക, വചനം ഉരുവിടുക. ആ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം കടന്നു എന്ന് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. സങ്കീർത്തനക്കാരനായി ദാവീദ് പറയുന്നു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അതെ, നീ വചനം വിളിച്ചു പറ, നീ മരിക്കത്തില്ലെന്ന് പറ, യേശു ക്രിസ്തുവിന്റെ നാമം പറ. ആമേൻ. നിന്റെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങളെ കാണും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 23-29 നമ്മൾ വായിക്കുന്നു, യഹോവയുടെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാണ്. അതെ, ദൈവത്തിന്റെ വചനം നീ അധികാരത്തോടെ ഉപയോഗിക്ക്. ദൈവത്തിന്റെ വചനം നീ വിളിച്ചു പറ. ആമേൻ. നീ അത്ഭുതങ്ങളെ കാണും. ആ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം ജഡമായി ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ ഹല്ലേലൂയ ദൈവമാണ്. അവൻ ദൈവത്തോടെ കൂടെയാണ്. ഉളവായതെല്ലാം അവനെ കൂടാതെ ഉളവാക്കിയില്ല. ആമേൻ. ആ വചനത്തിന് ഉളവാക്കാൻ കഴിയും. ആ വചനത്തിന് സൃഷ്ടിക്കുവാൻ കഴിയും. ആ വചനം നീ വിളിച്ചു പറ. നിന്റെ ജീവിതത്തിൽ നീ അത്ഭുതങ്ങളെ കാണും. ഒന്ന്, നീ യേശു ക്രിസ്തുവിന്റെ നാമം പറയണം. രണ്ട്, ദൈവവചനം അധികാരത്തോടെ നീ ഉപയോഗിക്കണം. ദൈവവചനം നീ അധികാരത്തോടെ ഉപയോഗിച്ചാൽ, ആമേൻ, മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യേ അവിടേക്ക് മടങ്ങാതെ, ആമേൻ, വിതപ്പാൻ വിത്തും തിന്മാൻ ആകാരവും നൽകത്തക്കവണ്ണം നിന്റെ ഭൂമിയെ നനച്ച് ഫലവത്തായി വിളയിക്കുന്നത് പോലെ നിന്റെ വായിൽ നിന്ന് വരുന്ന പുറപ്പെടുന്ന വചനമായിരിക്കും. അത് വെറുതെ, ആമേൻ, മടങ്ങിപ്പോകത്തില്ല. അതിന്റെ കാര്യം സാധിപ്പിക്കുന്നതാ. അതെ, ഇന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കാര്യം സാധിപ്പിക്കുന്ന ദൈവവചന. ആമേൻ. വേഗത്തിലോടുന്ന ദൈവവചന. ആമേൻ. ശബ്ദത്തെക്കാൾ വേഗത്തിലോടുന്ന വചന. നീ ഒന്ന് വിളിച്ചു പറ. ആമേൻ. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും. ശൂന്യതകളെ മാറ്റുന്ന ദൈവം. ആമേൻ. ഗിദെയാ, നീ അല്ലെങ്കിൽ സൂര്യ, നീ ഗിദെയോനിലോ, ചന്ദ്ര, നീ അയ്യാലോൻ താഴ്വരയിൽ നിൽക്ക എന്ന് ആമേൻ ജോഷുവ കൽപ്പിച്ചപ്പോൾ, പ്രവചിച്ചപ്പോൾ അതങ്ങനെ തന്നെ സംഭവിച്ചുവെങ്കിൽ ആ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം നീ വിളിച്ചു പറ. നിന്റെ ശൂന്യതകളെ മാറ്റും. നിന്റെ രോഗങ്ങൾ സൗഖ്യമാകും. നിന്റെ ജീവിതത്തിന്റെ എല്ലാ അന്ധകാര ആമേൻ അവസ്ഥകളും മാറി നിന്റെ ജീവിതത്തിൽ വെളിച്ചം ദൈവം തരും. മൂന്ന്, നീ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉപയോഗിക്കണം. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുക. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആമേൻ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എൻ്റെ പിതാസ്തോത്രം, ആമേൻ, നിങ്ങൾ കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ആമേൻ. നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. നിനക്ക് ശക്തി തരുന്നതാ പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ നടക്കുന്നതാ. പരിശുദ്ധാത്മാവ് നിനക്ക് ആലോചന
ആലോചന പറഞ്ഞു തരുന്ന ആ പരിശുദ്ധാത്മാവിനെ നീ റിസീവ് ചെയ്യണം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് പൗലോസ്ലീഹ എഫെസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അടുത്തത് അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ആമേൻ. സ്തോത്രം. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വത്തിനും ശക്തിക്കും ഇപ്പോഴുള്ളതിനും വരുവാനുള്ള സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി. അതെ, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നെ ഉയർത്തുന്നതാ, നിന്നെ സ്തോത്രമല്ല ശക്തിപ്പെടുത്തുന്നതാ, നിന്റെ മരണപാശങ്ങളെ അഴിച്ച് നിന്നെ ഉയർപ്പിക്കുന്നതാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തി നീ ഉപയോഗിക്കണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പൗലോസ്ലീഹ പറയുന്നു 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ ധന്യനായി പൗലോസ്ലീഹ പറയുന്നു, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺകൂടാരത്തിലാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ സകല വിധത്തിലും കട്ടം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. ആമേൻ. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീട് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. കാരണം ആമേൻ സകലത്തെയും ജയിക്കുന്ന ഒരു അത്യന്ത ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. 4ാമതായി ദൈവമക്കളെ, നീ വിശ്വാസത്തിന്റെ താക്കോൽ ഉപയോഗിക്കണം. ആമേൻ. കർത്താവേ, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാര് പറഞ്ഞതുപോലെ നീയും പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതത്തിന്റെ ആമേൻ താക്കോലാണ് വിശ്വാസം. വിശ്വാസമുള്ളവനെ തകർക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തിൽ നീ ഉറച്ചു നിൽക്കുക. ആമേൻ. നിന്നെ ഒരു ശക്തികൾക്കും പ്രലോഭിപ്പിക്കുവാനോ തകർക്കുവാനോ കഴിയത്തില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും നാം വിശ്വസിക്കണം. നീ വിശ്വസിക്ക്. നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതങ്ങൾ തരാൻ പോകുക. നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നീ ഈ മലയോട് ഇവിടുന്ന് പറഞ്ഞു പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. നിന്റെ ജീവിതത്തിൽ വിശ്വാസമുണ്ടോ? ഒരു തീച്ചുളയ്ക്കും നിന്നെ ദഹിപ്പിക്കുവാൻ കഴിയത്തില്ല. നിന്റെ ജീവിതത്തിൽ വിശ്വാസമുണ്ടോ? ഒരു സിംഹക്കിണറിന് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. നിന്റെ ജീവിതത്തിൽ വിശ്വാസമുണ്ടോ? ഒരു കാരാഗ്രഹത്തിലും നിന്നെ അടച്ചു വെക്കാൻ കഴിയത്തില്ല. ഒരു മരണഭാഷ്യങ്ങൾക്ക് നിന്നെ ബന്ധിപ്പാൻ കഴിയത്തില്ല. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമം ശക്തിയോടെ ഉപയോഗിക്കുക. അവന്റെ വചനത്തിന്റെ ആമേൻ ആജ്ഞ നീ പുറപ്പെടുവിക്കുക. ആ വചനം നീ വിളിച്ചു പറയുക. ആമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നീ ശക്തിയോടെ ജീവിക്കുക. വിശ്വാസത്തിന്റെ പരിച നീ ഉയർത്തുക. അങ്ങനെയുള്ളവർ ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ല. ദൈവത്തിലെ നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ ഒരു വിടുതൽ നടക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു അധികാര കൈമാറ്റം സ്വർഗം തരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ നിന്റെ കരങ്ങളിൽ ദൈവം തരാൻ പോകുക. ദേശത്തിന്മേൽ ഒരു അധികാരം, അന്ധകാര ശക്തികളുടെ മേലൊരു അധികാരം, രോഗങ്ങളുടെ മേലൊരു അധികാരം, ദുർഭൂത ശക്തികളുടെ മേലൊരു അധികാരം. ആമേൻ. സഹോദരാ, നീ ഭയപ്പെടുന്ന വിഷയത്തെ കുടഞ്ഞു കളയുന്ന ഒരു അധികാരം ദൈവം നിങ്ങളുടെ മേൽ കൈമാറുക. റിസീവ് ചെയ്യുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ആമേൻ. ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ ദൈവം തരിക. ആമേൻ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഇന്ന് വരെയും നിന്റെ മുമ്പിൽ അടഞ്ഞു കിടന്ന ചില വാതിലുകൾ സ്വർഗത്തിലെ ദൈവം തുറക്കാൻ പോകുന്നു. അതിന് നിനക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട്. നിന്റെ സ്റ്റെപ്പുകളെ മുൻപോട്ട് വെക്കുക. ഒരു താമരക്കതലുകൾക്കും ഒരു ഇരുമ്പോടാമ്പലുകൾക്കും നിന്നെ ആമേൻ തടഞ്ഞു നിർത്താൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അധികാരം നിന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുക, അത് ഉപയോഗിക്കുക. യു ആർ ഗോയിങ് ടു സീ എ മിറാക്കിൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കേൾവിക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവേ, ദൈവവചനത്തിന്റെ അധികാരം, പരിശുദ്ധാത്മാവിന്റെ നിറവ്, ആമേൻ, യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി, വിശ്വാസത്തിന്റെ പരിച നിന്റെ ജനം എടുത്തുകൊണ്ട് ആമേൻ ഈ പോർക്കളത്തിൽ പോരാടി വിജയിച്ചു മുന്നേറുവാൻ ദൈവം സഹായിക്കണം. ദൈവം അവരുടെ മേൽ സ്വർഗീയ അധികാരങ്ങളെ പകർന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങളുമായി ആമേൻ ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളോട് വിളിക്കുക. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.